പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടി പിന്നി കഴിയുമ്പോൾ എൻ്റെ അമ്മേ ഇത് എൻ്റെ മുടി തന്നെയാണോ എന്നുള്ള ഒരു അളവിലേക്ക് നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം തരാൻ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന മാറ്റം തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ ഹെയർ പാക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ മുടിക്ക് ഒട്ടും തിക്നെസ് ഇല്ല, ഒട്ടും വോള്യം ഇല്ല, മുടി ഇങ്ങനെ പിന്നിക്കഴിയുമ്പോൾ കോഴിവാല് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ എപ്പോഴും പറയുന്ന പരാതി. ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് ടോട്ടലി നമ്മുടെ മുടിയെ അടിമുടി മാറ്റി നമ്മുടെ മുടിക്ക് നല്ലതുപോലെ തിക്നെസ് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ ഹെയർ പാക്ക് ആണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, വളരാത്ത ഇടത്തുകൂടെ പുതിയ മുടികൾ വളർത്താനുള്ള കഴിവ്, വളരാൻ വെക്കാനുള്ള കഴിവ് നമ്മുടെ ചെമ്പരത്തിക്കുണ്ട്. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചെമ്പരത്തി യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹെയർ പാക്കുകൾ നിങ്ങളുടെ മുടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് നമ്മുടെ മുടിയെ ടോട്ടലി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഹെയർ പാക്കുകൾ നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെമ്പരത്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ പണ്ട് മുതൽ തന്നെ യൂസ് ചെയ്ത് വരുന്നതാണല്ലോ. ചെമ്പരത്തി വെച്ചിട്ടുള്ള ഹെയർ പാക്ക് എങ്കിലും നിങ്ങൾ ഒരു തവണ പാക്കുകൾ ഇടാത്തവരാണ്, വീഡിയോ വെറുതെ കണ്ടു പോണവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഇട്ട് നോക്കുക. നിങ്ങളുടെ മുടിയിൽ ഞാൻ പറഞ്ഞല്ലോ മാജിക്കൽ മാറ്റം തരും എന്നുള്ളത് 100 ഞാൻ എത്രയാ പറയാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയൊക്കെ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അലോവേര, നമ്മുടെ കറ്റാർ വാഴയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറ്റാർ വാഴ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു എഫക്റ്റ് നിങ്ങളുടെ മുടിയിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള കറ്റാർ വാഴ തന്നെ നിങ്ങൾ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ കറ്റാർ വാഴ എൻ്റെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് ഒരെണ്ണം വലിയ തണ്ട് അലോവേര ഞാൻ മുഴുവനായിട്ടും തന്നെ എടുക്കുന്നുണ്ട്. 3 കഷ്ണങ്ങളാക്കി മാറ്റി സൈഡിലുള്ള മുള്ളുകളൊക്കെ ചെത്തി മാറ്റിയതിന് ശേഷം അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുത്ത് ഞാൻ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അലോവേരയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 90% ഓഫ് വാട്ടർ കണ്ടന്റ് ആണ് ഉള്ളത്. ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനെയുള്ള ഹെയർ പാക്കുകൾ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ മുടിയെയും നമ്മുടെ സ്കാൽപ്പിനെയും നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് ഏത് സമയത്തും ഹെൽത്തി ആയിട്ടുള്ള മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ അലോവേര വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത് വന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു തുണി വെച്ച് ഇത് അരിച്ചെടുക്കുക. കാരണം നമ്മുടെ അലോവേര ആണെങ്കിലും നമ്മുടെ ചെമ്പരത്തിയുടെയും ആ തരികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ലിക്യൂഡായിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഹെയർ പാക്ക് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ നല്ല രീതിക്ക് അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ലൊരു കുഴമ്പ് രൂപത്തിലാണ് നമ്മുടെ ഹെയർ പാക്ക് ഉള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പഴം. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കാം. നമുക്ക് കദളിപ്പഴം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ എടുക്കാം, നേന്ത്രപ്പഴം ആണെങ്കിൽ എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഒരു പഴമാണ് ഉള്ളത്, അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് 2 എടുക്കുന്നുണ്ട്. എൻ്റെ അമ്മേ, പഴം വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഇപ്പം ഞാൻ ഒരുപാടെണ്ണം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കുക. പഴം നമ്മുടെ മുടിയെ അങ്ങനെ ഒരു മാറ്റം തരാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് വളരെ എക്സ്പെൻസീവായിട്ട് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ വീട്ടിൽ തന്നെ നമ്മുടെ മുടിയെ അങ്ങനെ 100% നാച്ചുറലായിട്ട് മാജിക് പോലെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പഴം. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ്, അറിഞ്ഞോളൂ. അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ മുടിയിൽ തരും. പഴം കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ആ ഒരു ഹെയർ പാക്കിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പാക്കിന് ഒരു തിക്നെസ് കൂടിയിട്ടുണ്ടാവും നമ്മുടെ പഴത്തിൻ്റെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്ന നമ്മുടെ പാക്ക് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് അവസാനം നമ്മുടെ ഹെയർ പാക്ക് ഇരിക്കുക. ഇനി ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് തന്നെ തേച്ച് പുരട്ടി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേന്ന് രാത്രി തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിനേക്കാളും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് നല്ല രീതിക്ക് തന്നെ ഡീപ്പായിട്ട് ഓയിലിംഗ് ചെയ്ത് കൊടുക്കുക.
ഈ ഒരു ഹെയർ ഓയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുടിയിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല രീതിക്ക് തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻ്റെ മുടിയിൽ. ഇനി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന എൻ്റെ മുടിയിൽ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ടോപ്പ് ടു എൻഡ് വരയ്ക്കും, നമ്മുടെ മുടിവേര് മുതൽ മുടിയുടെ അറ്റം വരയ്ക്കും നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ക്ഷമയോട് കൂടിയിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ ലെയറുകളായിട്ട് തിരിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ വലിച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യുക. നമ്മൾ മുടിയിൽ കളറിംഗ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ ഇങ്ങനെ വലിച്ച് ലെയറുകളായിട്ട് തിരിച്ച് നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഓരോ ഇഴയ്ക്കും നമ്മുടെ ഓരോ മുടിക്കും തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഓരോ മുടിക്കും തിക്നെസ് കൂടി നമ്മുടെ മുടിയെ ടോട്ടലി അടിമുടി മാറ്റാൻ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റ് നേരം മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പു വെച്ച് ഹെയർ വാഷ് ചെയ്യാം. കണ്ടീഷണർ പോലും നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ ഇടാൻ വേണ്ടി പാടില്ല. ഈ ഒരു ഹെയർ പാക്ക് മതി നമ്മുടെ മുടിക്ക് ടോട്ടലി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമല്ല എൻ്റെ മുടി കാണിക്കാം. ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് മുടി ഉണങ്ങുന്ന സമയത്ത് നമ്മുടെ മുടിയെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം, നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി സ്മൂത്തായിട്ട് കിടക്കും. ഇങ്ങനെ നമ്മുടെ മുടി ഒന്നിനോടൊന്നും മുട്ടാതെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് മാറും നിങ്ങളുടെ മുടി. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ ഒരു മാറ്റം അറിയാം. ഞാൻ എത്രമാത്രം നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നാലും നിങ്ങൾക്ക് ഇത്തിരി വിശ്വസിക്കാൻ പാടായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് പോലെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞത് തെറ്റാണ്, റിസൾട്ട് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാൻ ധൈര്യമായിട്ട് അതിനുള്ള ഉത്തരവും ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഷെയർ ചെയ്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.